അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ 7ന്റെ പ്രഡിക്ഷൻ ലിസ്റ്റാണ്. ഇപ്പോൾ പറയുന്ന 10 പേരിൽ 3 പേര് 100% കൺഫേം ആയിട്ടുണ്ട്. അത് ആരാണെന്ന് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവൻ അല്ലെങ്കിൽ ഇവൾ 100% കൺഫേം ആയി എന്ന് പറയാൻ നമുക്ക് അനുമതിയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ അടക്കം പോകും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 പേര് പറയും, അതിൽ 3 പേര് കൺഫേം ആയിട്ടുണ്ട്. അത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചെടുക്കുക. അപ്പോൾ ഏതായാലും നമ്മൾ പ്രഡിക്ഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് ആക്ടർ സ്നേഹ. അതായത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, നിരവധി സിനിമാ മേഖലയിലൊക്കെ നമ്മുടെ മമ്മൂക്കയുടെ കൂടെയൊക്കെ അഭിനയിച്ച ഒരു അഭിനയ സ്ത്രീയാണ് സ്നേഹ. ആക്ടർ സ്നേഹ എന്നൊക്കെ പറയും. അപ്പോൾ ഇവർ ബിഗ് ബോസിലേക്ക് തീർച്ചയായിട്ടും വരുമെന്നുള്ള റൂമർ ന്യൂസാണ് വരുന്നത്. ഈ റൂമർ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇടുന്ന പ്രഡിക്ഷന് പോലെയല്ല. ഞാൻ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് ഇത്തിരി പൊടിക്കൈയൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ ലീക്ക് ആകുന്നത്. അപ്പോൾ നമ്മൾ 10 പേര് ആദ്യ പ്രഡിക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് രണ്ടാമത്തെ 10 ലിസ്റ്റാണ്. ഇതും കൂടി പറഞ്ഞു തരുമ്പോൾ 20 ആകും. അതിനുശേഷം അവസാനത്തെ 5 പേരും കൂടി നമ്മൾ പറഞ്ഞു തരുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിലാണ് അവസാനത്തെ 5 പേര് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് അനീഷ് രവിയാണ്. നിങ്ങൾക്ക് ഈ സീരിയൽ പോലത്തെ കാര്യങ്ങളൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന പേര് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അനീഷ് രവി ആരാണെന്നൊക്കെ. അത്യാവശ്യം ഒരു സമയത്ത് കൈരളി ടിവിനെ ഭരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് അനീഷ് രവി. ഞാൻ അയാളുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ സൈഡിൽ വെച്ച് തരാം, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിലവിൽ അത് കറണ്ട് പോയി വരികയാണ്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം സീരിയൽ പോലത്തെ മേഖലയിലാണ് കൂടുതലായിട്ടും അഭിനയിക്കുന്നത്. അപ്പോൾ അനീഷ് രവി വരുമെന്ന് ശക്തമായ റൂമറാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നത് ഫിൻഷാ ഷഹീറാണ്. ആരാണ് ഫിൻഷാ ഷഹീർ? ഇൻസ്റ്റഗ്രാം വഴി നല്ല രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നിരവധി ഫാൻസ് ഒക്കെ ഉള്ള ഫിൻഷയും ബിഗ് ബോസിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഫിൻഷയൊക്കെ വന്ന് അവിടെ എന്ത് ഗെയിം കളിക്കാനാണ്? നോക്കുക, ഫിൻഷ എന്ന് പറയുമ്പോൾ വലിയൊരു ഏജ് ഒന്നുമില്ല, 26, 25 ആ ഒരു റേഞ്ചിൽ വരുന്ന ഏജാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോംബോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ലൈഫുമായിട്ട് എന്ത് സംഭവിക്കും നോക്കുക. നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ജാസ്മിൻ ജാഫർ ഫുള്ള് എൻഗേജ്മെന്റ് ആയിട്ടാണ് സീസൺ 6ലേക്ക് വന്നത്. അവിടെ ഗബ്രിയെ കണ്ടുമുട്ടുന്നുണ്ട്, പ്രണയമാകുന്നു, കളിയുടെ ഭാഗമായിട്ട് പ്രണയിക്കുന്നു. അതിനുശേഷം അവരുടെ റിലേഷൻ വേറെ ലെവലാകുന്നു. പിന്നീട് നാട്ടിൽ നടന്ന എൻഗേജ്മെന്റ് അഫ്സൽ എന്ന പയ്യൻ ഇല്ലാതെയാകുന്നു, അതങ്ങ് ബ്രേക്കപ്പ് ആകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ബിഗ് ബോസിന്റെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇവർ വേറൊരു കോംബോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നാട്ടിൽ ചർച്ചയാകും. അതായത് നമ്മുടെ നാട്ടിൽ ചർച്ചയാകും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഫിൻഷാ ഷഹീർ പോയി അവിടെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്ത് ആരെങ്കിലും ഒരു കളിയുടെ ഭാഗമായി പ്രേമിച്ചു എന്ന് വെക്കാം. ഇവിടെ നാട്ടിൽ എന്ത് ചെയ്യും? ഇവളെന്തായാലും കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ആയതുകൊണ്ട് നല്ല രീതിയിൽ ചർച്ചയാകും. അപ്പോൾ ബിഗ് ബോസിനത് വേറെ ലെവൽ റിച്ച് കിട്ടും. അതുകൊണ്ടാണ് ഫിൻഷാ ഷഹീറിൻ്റെ ഒക്കെ പേരിങ്ങനെ റൂമറായി വരുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നാലാമതായി വരുന്നത് ആക്ടർ ഗണപതി. നിലവിലെ ഒരു സമയത്ത് നല്ല രീതിയിൽ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഗണപതി. നിലവിലെ സാഹചര്യത്തിൽ കുറച്ച് കുറവാണ്. നല്ല രീതിയിൽ റൂമറാണ് ആക്ടർ ഗണപതി ബിഗ് ബോസ് സീസൺ 7ൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് റൂമർ ന്യൂസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതായി വരുന്നത് എസ്റ്റർ അനിലാണ്. ദൃശ്യത്തിൽ അഭിനയിച്ചു, മികച്ച ഒരു അഭിപ്രായം നേടിയെടുത്തെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ 2 അഭിപ്രായമാണ് എസ്റ്റർ അനിലിന് ഉള്ളത്. അതായത് എസ്റ്റർ അനിലിനെ അനുകൂലിച്ചു കമന്റ് ഇടുന്നവരുമുണ്ട്. എസ്റ്റർ അനിലിന്റെ ഈ ഡ്രസ്സൊക്കെ കുറെ ബാഡാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഇവർ നല്ല രീതിയിൽ വൈറലായതും ഇൻസ്റ്റഗ്രാം വഴി. ഏതായാലും എസ്റ്റർ അനിലിന്റെ പേര് നല്ല രീതിയിൽ ശക്തമായ ഒരു റൂമറും കൂടി വരുന്നുണ്ട്. എസ്റ്റർ അനിലും കൂടി വരുമെന്നാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ ആറാമതായി വരുന്നത് വിഷ്ണു പ്രസാദ് ആണ്. നോക്കുക, വിഷ്ണു പ്രസാദ് അവിടെ വന്നു കഴിഞ്ഞാൽ മക്കളെ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, വേറെ ലെവൽ കോണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ സിനിമയിലൊക്കെ കണ്ടതാണ്, സീരിയലിലൊക്കെ കണ്ടതാണ് വിഷ്ണു പ്രസാദ്. അതായത് അദ്ദേഹം ഒരു ഹീൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വെറുപ്പായ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിലാണ് ബിഗ് ബോസ് സീസൺ 7ൽ വന്നതിന് ശേഷം കളിക്കുന്നതെങ്കിൽ അതൊരു വേറെ ലെവലായിട്ടുണ്ടാവും. ടോപ്പ് 5 അടക്കം അദ്ദേഹം എത്തിയിട്ടില്ല. ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയുകയാണ്, അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞാൽ ടോപ്പ് 5 എത്താനുള്ള വേറെ ലെവൽ സാധ്യതയാണുള്ളത്. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ ആറാമതായി വരുന്നത് അനാർക്കലി നസർ. അതായത് അനാർക്കലി നസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല.
ചില സിനിമയിലൊക്കെ അഭിനയിച്ച ഒരു നടിയും കൂടിയാണ്. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, അതായത് നമ്മുടെ നെസ്ലിൻ ഉണ്ടല്ലോ, നെസ്ലിന് ഈ അടുത്തായിട്ട് ക്രഷ് തോന്നിയ ഒരു പെണ്ണ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അനാർക്കലി നസീറിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അനാർക്കലി നസർ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാകുമെന്നാണ് റൂമർ ന്യൂസ് വരുന്നത്. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ 8ാമതായി വരുന്നത് അന്ന രാജനാണ്. അതായത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും നല്ല രീതിയിൽ വൈറലാണ് അന്ന രാജൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എൻ്റെ പ്രിഡിക്ഷനിൽ ഒരു 3 പേര് 100% കൺഫേം ആയി എന്ന് പറഞ്ഞല്ലോ. ആ ഒരു 100% ലിസ്റ്റിൽ ഒരാളെ നിങ്ങൾക്ക് ഉറപ്പിക്കണ്ട, ഒരാളെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റിയൊരു പേരും കൂടിയാണ് അന്ന രാജൻ. അതായത് റൂമർ ന്യൂസിൽ ശക്തമായ റൂമറാണ് അന്ന രാജന്റെ പേര് വരുന്നത്. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ 9ാമതായി വരുന്നത് ജോജി തമ്പിയാണ്. ജോജി തമ്പിയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നാൽ അതൊരു വേറെ ലെവലാകും. കാരണം ഗിവ് അവേ എന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിനെ അടക്കി ഭരിക്കുന്നത് നമ്മുടെ ജോജി തമ്പിയാണ്. അപ്പോൾ ആ ഒരു ഫാൻസിനെ ജോജിക്ക് നിലനിർത്താൻ പറ്റുമോ? ജോജിയുടെ റിയൽ ക്യാരക്ടർ എന്താണ്? ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ ജോജി എങ്ങനെയായിട്ടുണ്ടാവും അവിടെ പെർഫോം ചെയ്യുക? അതൊക്കെ കാണാൻ നമ്മളൊക്കെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും അവസാനമായി വരുന്നത് അർജോയാണ്. അതായത് യൂട്യൂബ് ചാനലൊക്കെ ഒരു സുപ്രഭാതത്തിൽ വലിയ രീതിയിൽ വൈറലായ ഒരു അർജോയും കൂടിയാണ് ബിഗ് ബോസ് സീസൺ 7 എൻ്റെ ഇന്നത്തെ പ്രഡിക്ഷനിൽ ഏറ്റവും അവസാനമായി വരുന്നത്. അപ്പോൾ ഏതായാലും അർജോയും നമ്മുടെ ജോജി തമ്പിയും കൂടി ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ മക്കളെ, അവർ രണ്ടുപേരും അവിടെ തീയാകും, അതിൽ ഒരു സംശയവുമില്ല. കാരണം നിലവിലെ സാഹചര്യത്തിൽ അർജോയും ജോജി തമ്പിയുമായി ഒരു വലിയൊരു പ്രശ്നത്തിലാണുള്ളത്. അർജോയ് പറയുന്നുണ്ട് ജോജി തമ്പി ഗിവ് അവേ കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞൊരു ചെറിയൊരു ഇഷ്യൂ ഈയിടെ ആയിട്ടുണ്ടായിരുന്നു. ആ ഇഷ്യൂ ഏതായാലും തീർന്നിട്ടുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും ബിഗ് ബോസിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഈ ഒരു ഇഷ്യൂസിനെ വീണ്ടും കൊണ്ടുവന്നുകൊണ്ട് ഈ ഇഷ്യൂവിനെ അവിടെ, അതായത് ഇതിന്റെ ഒരു പകയുണ്ടല്ലോ, അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് അവിടെ ഒരു ഇടിയുണ്ടാക്കിയാലോ, അങ്ങനെയും ബിഗ് ബോസ് ചിന്തിക്കാതിരിക്കൂല. അപ്പോൾ ഏതായാലും എൻ്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് എത്ര പേർക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് എനിക്കറിയില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട, ഞാൻ കാസർഗോഡുകാരനായതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ 2 വീഡിയോയിലായിട്ട് 20 പേരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി വരുന്നത് 5 പേരാണ്. 5 പേരിൽ 2 പേര് കോമണർ ആയിട്ടുള്ള ആൾക്കാരാണ്. അത് ആരാണെന്ന് നമുക്ക് പറയാൻ നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എനിക്കടക്കം നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും പോകാം. അതിനുള്ള ബിഗ് ബോസ്, അതായത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ലാലേട്ടൻ ഒരാഴ്ചക്ക് മുമ്പോ അല്ലെങ്കിൽ 10 ദിവസത്തിന് മുമ്പ് ഒരു പ്രൊമോവും കൂടി കൊണ്ടുവരും ബിഗ് ബോസ് ഹൗസിലേക്ക്. സാധാരണക്കാരായ നിങ്ങൾക്ക് എങ്ങനെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട്, നമുക്കൊക്കെ എങ്ങനെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട്, അതിൽ ലാലേട്ടൻ പറയുന്നത് പോലെ നമ്മുടെ ഫുൾ നെയിം, നമ്മുടെ ഫുൾ അഡ്രസ്സ്, എന്തുകൊണ്ട് നമ്മൾ ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ലാലേട്ടൻ പറയുന്ന ഒരു നമ്പറിലേക്കോ അല്ലെങ്കിൽ അതിലൊരു മെയിൽ ID ഉണ്ടാവും, ആ മെയിലിലേക്കോ അയച്ചു കൊടുത്താൽ അത് നമ്മൾ ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മൾ പറയുന്ന നമ്മുടെ കോൺഫിഡൻസ് പോലെയാണ്. അപ്പോൾ ഏതായാലും ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ പോവുകയാണ്. ബിഗ് ബോസ് സീസൺ 7 ഫുൾ റിവ്യൂ ഈ ചാനലിൽ ഉണ്ടാകുന്നതാണ്. ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആയിട്ടുണ്ടാവില്ല, നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നല്ല മഴയാണ്, അതുകൊണ്ട് കറണ്ട് കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തട്ടിമുട്ടി വീഡിയോ എടുത്തത്. അപ്പോൾ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.